ഇന്നലെ രണ്ടുപേരിങ്ങനെ വന്നിട്ട് അവിടെ ഒരാൾ നിന്നു ഇവിടെ ഒരാൾ നിന്നിട്ട് ഇങ്ങനെ ബൈക്ക് ഇങ്ങനെ ക്രോസ് ആക്കി നിർത്തിയിട്ട് പിടിക്കാൻ വന്നു. അപ്പം ഞാൻ ഇങ്ങനെ ഓടി. അടുത്തായിരുന്നു അടുത്തായിരുന്നു. എന്നെ ഇങ്ങനെ നിർത്തിയിട്ട് ഇങ്ങനെ പിടിക്കാൻ വരുമ്പോഴേക്കും ഞാൻ ഓടി. അപ്പം ഇയാൾ അവിടെ പോയിട്ട് അയാളുടെ അടുത്ത് എന്തോ പറഞ്ഞിട്ട് ഇവർ രണ്ടുപേരും ഓരോ വഴിക്ക് പോയി. പറഞ്ഞിട്ടാണോ പോയത്? എവിടുന്നാ പറഞ്ഞത്? തൊട്ടപ്പുറത്ത് അതാ പോസ്റ്റിൻ്റെ അവിടെ നിന്ന്. എവിടെ വെച്ച സ്പോട്ട് സംഭവം? എവിടെയാണ്? ഇതവിടെ തന്നെ. ഇവിടെ തന്നെ വെച്ചാണ്. അപ്പോൾ എന്നിട്ട് വേറെ എന്തെങ്കിലും? പണ്ടൊക്കെ ഒരു രാഹുലിൻ്റെ ഒരു കേസ് നിങ്ങൾക്കെല്ലാം ഓർമ്മയുണ്ടെന്ന് എനിക്ക് 4ലോ 3ലോ ഞാൻ പഠിക്കുന്ന സമയത്താണ് ആ കേസ് ഉണ്ടായത്. അതുകൊണ്ട് ഒരുപാട് പേടിച്ചിരുന്നു. അന്ന് ആ കാലഘട്ടങ്ങളിൽ CC ക്യാമറകൾ അങ്ങനെ കുറവാണ്. മൊബൈൽ ഫോൺ, സോഷ്യൽ മീഡിയ അങ്ങനെയൊന്നുമില്ല. ഒരു TV മാത്രമേ ആ പത്രമാധ്യമങ്ങളിലൂടെ കാര്യം അറിയാമെന്നുള്ളൂ. അന്ന് രാഹുലിൻ്റെ ഒരു തട്ടിക്കൊണ്ടുപോയി എന്ന് പറയുമ്പോൾ വളരെ പേടിച്ച് കരഞ്ഞിരുന്ന സംഭവം ഉണ്ടായിരുന്നു. പിന്നീടാണ് നോയിഡ കേസ്. അത് ക്രൈം മാസിക ഇതൊരു സംഭവം ഉണ്ടായിരുന്നു. ആ ക്രൈം മാസിക വേറെ ഭാഗം ചെയ്ത് കഴിക്കുന്ന സിനിമയൊക്കെ ഇറങ്ങിയതാണ്. ഇടയ്ക്ക് അടുത്തിടെ ഇറങ്ങിയിരുന്നു. അപ്പോൾ അതുപോലെ തന്നെ ഒരുപാട് ഇപ്പോഴും തട്ടിക്കൊണ്ടു പോകുന്ന സംഘങ്ങൾ ഇപ്പോഴും ഇറങ്ങിയിട്ടുണ്ട്. ഓരോ രൂപത്തിലൊക്കെ പലവിധ വേഷങ്ങളിലൊക്കെ. കാരണം ഇന്നും കൊച്ചുകുട്ടികളെ നല്ല നാടോടി സംഘങ്ങൾ തട്ടിക്കൊണ്ട് പ്രായഭേദമന്യേ ആളുകളെ തട്ടിക്കൊണ്ട് പോകുന്നൊരു സംഘം ഇവിടെ ഇറങ്ങിയിട്ടുണ്ട്. ആ പയ്യന് എന്തോ ദൈവഭാഗ്യം ഉള്ളതുകൊണ്ട് രക്ഷപ്പെട്ടു. ഇപ്പോഴും വളരെ സൂക്ഷിച്ചും കരുതിയിരിക്കുക. പരിചയമില്ലാത്ത ഒരു സാധനം കഴിഞ്ഞാൽ മേടിക്കരുതെന്നുള്ളത് വീട്ടുകാർ നമ്മൾ ചെറുപ്പത്തിൽ പറഞ്ഞത് അത് തന്നെ പാലിക്കുക. അവിടെ വരാം ഇവിടെ വേണമെന്ന് കൂടെ പോകാണ്ടിരിക്കുക. പൊതുവെ ആരെയും വിശ്വസിക്കാതിരിക്കുക. പിന്നെ ഇപ്പോഴും എന്തെങ്കിലും സിറ്റുവേഷൻ ഉണ്ടായാൽ പ്രതികരിക്കാൻ മടിക്കരുത്. ഒച്ച വയ്ക്കാൻ ഇറക്കിക്കൊണ്ട് ഓടുക, രക്ഷപ്പെടുക മാത്രമേ ഉണ്ടാകുന്നുള്ളൂ. ആ പയ്യൻ്റെ എന്തോ ദൈവഭാഗ്യത്തിന് അതിൽ നിന്ന് പിടിയിൽ നിന്ന് രക്ഷപ്പെട്ടു. അപ്പോൾ ഇനിയെങ്കിലും കരുതിയിരിക്കുക.